ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTET വളരെ കോമൺ ആയിട്ട് കാണുന്ന 40 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്ട്രേഞ്ച് മീറ്റിംഗ് ബൈ Owen is a novel, poem, play, essay. സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വിൽഫ്രഡോവിന്റെ വർക്ക് ഇതിലേത് വിഭാഗത്തിലാണ് പെടുക എന്നാണ് ചോദ്യം. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, പോയാണ്. Strange Meeting is a poem by Wilfred Owen. It deals with the atrocities of World War I. അതിൽ പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റിന്റെ ക്രൂരതകളെ പറ്റിയിട്ടൊക്കെയാണ്. The door slams famously at the end of the play. ഒരു പ്ലേ അവസാനിക്കുന്നത് ആ പ്ലേയിലെ നായിക ഡോർ വലിച്ചടച്ചിറങ്ങി പോകുന്ന രീതിയിലാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരിയുത്തരം അല്ലെങ്കിൽ ഏതാണ് ആ പ്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, A Doll's House. ഓപ്ഷൻ ബി, The Doll's House. ഓപ്ഷൻ സി, മൈ ഡോൾസ് ഹൗസ്. ഓപ്ഷൻ ഡി, ഹർ ഡോൾസ് ഹൗസ്. എന്തായാലും ഡോൾസ് ഹൗസ് ആണെന്ന് നമുക്ക് ഉറപ്പാണല്ലേ. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, A Doll's House ആണ്. A Doll's House is a 3-act play written by Norwegian playwright Henrik Ibsen. നോർവീജിയൻ പ്ലേറൈറ്റ് ആയിട്ടുള്ള ഹെൻറിക് ഇബ്സന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 3-act പ്ലേ ആണ് A Doll's House. ഈ പ്ലേയുടെ അവസാനമാണ് നായിക ഡോർ വലിച്ചടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആ ഭാഗം വളരെ ഫേമസ് ആണ് താൻ. ടു സ്പിൽ ദ ബീൻസ് മീൻസ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്നാണ് ചോദ്യം. ടു അവോയ്ഡ് കുക്കിംഗ്, ടു റിവീൽ എ സീക്രറ്റ്, ടു വാക്ക് ഇൻ എ ക്ലംസി മാനർ, ടു ടെൽ ലൈസ്. ഇതിൽ ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി, ടു റിവീൽ എ സീക്രറ്റ് എന്നതാണ് ശരിയുത്തരം. ഒരു രഹസ്യം റിവീൽ ചെയ്യുന്നതിനെയാണ് ടു സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. The Invisible Man is a literary work by. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണ് The Invisible Man എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ, റാൽഫ് എലിസൺ. ഓപ്ഷൻ ബി, അലക്സാണ്ടർ ഡ്യൂമസ്. ഓപ്ഷൻ സി, H.G. വെൽസ്. ഓപ്ഷൻ ഡി, ജൂലിയൻ ബാർനെസ്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിലെ കുഴപ്പിക്കുന്ന കാര്യം എന്ന്. ദ ഇൻവിസിബിൾ മാൻ എഴുതിയിട്ടുള്ളത് H.G. വെൽസ് ആണ്. ദിസ് ക്ലാസിക് സയൻസ് ഫിക്ഷൻ നോവൽ tells the story of a scientist who discovers how to become invisible but is unable to reverse the process. H.G. വെൽസിന്റെ ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ആണ്. ഈ നോവലിലെ സയന്റിസ്റ്റ് ഇൻവിസിബിൾ ആവുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല. ഇനി ഇതിലെ കൺഫ്യൂസിങ് പാർട്ട് എന്താന്ന് വെച്ചാല് റാൽഫ് എലിസന്റെ വെറും ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞ വർക്കും നിലവിലുണ്ട്. സോ ദ ഇൻവിസിബിൾ മാൻ H.G. വെൽസിന്റെയും വെറും ഇൻവിസിബിൾ മാൻ റാൽഫ് എലിസന്റെയും ആണെന്ന് ഓർത്തിരിക്കുക. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ ഇസ് എ വർക്ക് ബൈ. ആരുടെ വർക്കാണ് വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ? ഓപ്ഷൻ എ, മഹാദേവ് ദേശായ്. ഓപ്ഷൻ ബി, R.K. നാരായൺ. ഓപ്ഷൻ സി, K.R. നാരായണൻ. ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. R.K. നാരായണന്റെ 1955 എഴുതിയിട്ടുള്ള ഒരു നോവലാണ് വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ. ദ ഓഥർ ഓഫ് ഗ്രാമറ്റോളജി. ആരാണ് ഓഫ് ഗ്രാമറ്റോളജി എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ, സഷോർ. ഓപ്ഷൻ ബി, ഡെറിഡ. ഓപ്ഷൻ സി, ചോംസ്കി. ഓപ്ഷൻ ഡി, നീച്ചെ. ഇതിൽ ആരുടെ വർക്കാണ് ഓഫ് ഗ്രാമറ്റോളജി? ഓപ്ഷൻ ബി, ഡെറിഡയാണ് ശരിയുത്തരം. Of Grammatology is a 1967 book by the French philosopher Jacques Derrida. Jacques Derrida 1967 എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഓഫ് ഗ്രാമറ്റോളജി എന്ന് പറയുന്നത്. The intellectual and emotional development of Stephen Dedalus is treated in. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് നോവലിലാണ് സ്റ്റീഫൻ ഡിഡാലസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കാണിക്കുന്നത്? ഓപ്ഷൻ എ, ഡബ്ലിനേഴ്സ്. ഓപ്ഷൻ ബി, ഫെനഗൻസ് വേക്ക്. ഓപ്ഷൻ സി, എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ഓപ്ഷൻ ഡി, യുലിസസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ആണ്. ഈ നോവലിലാണ് സ്റ്റീഫൻ ഡിഡാലസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കാണിക്കുന്നത്. ഈ നോവൽ എഴുതിയിട്ടുള്ളത് ജെയിംസ് ജോയ്സ് ആണെന്നും ഓർത്തിരിക്കുക. ദ ടേം ഫോർ എ കോയിനേജ് സച്ച് ആസ് ഇൻഫോഡെമിക് is. ഇൻഫോഡെമിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ്. ഇങ്ങനെ 2 വാക്ക് കൂട്ടിച്ചേർത്ത് പുതിയൊരു വാക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഏത് ടൈപ്പ് വേർഡ് ഫോർമേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, അസിമിലേഷൻ. ഓപ്ഷൻ ബി, എലിഷൻ. ഓപ്ഷൻ സി, പെരിഫ്രേസിസ്. ഓപ്ഷൻ ഡി, പോർട്ട്മാൻഡ്യൂ.
ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, പോർട്ട്മാൻറ്റ്യൂ ആണ്. പോർട്ട്മാൻറ്റ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വേർഡ് ഫോർമേഷൻ ആണ്. ഇതിലാണ് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയൊരു വാക്ക് ഉണ്ടാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The pike in the poem by Ted Hughes is rat, crow, fish, snake. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ജീവിയാണ് ദ പൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടെഡ് ഹ്യൂഗ്സിന്റെ പോയത്തിൽ കാണാൻ പറ്റുക? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഫിഷ് ആണ്. ദ പൈക്ക് എന്ന് പറഞ്ഞ പോയത്തില് ഫിഷിനെ പറ്റിയിട്ടാണ് ടെഡ് ഹ്യൂഗ്സ് സംസാരിക്കുന്നത്. The critical ideas of the Renaissance theorist were introduced to English readers by. റെനസൻസ് തിയറിസ്റ്റിന്റെ ക്രിറ്റിക്കൽ ഐഡിയാസ് ഇംഗ്ലീഷ് റീഡേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ഏത് റൈറ്റർ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിലിപ്പ് സിഡ്നി, ഓപ്ഷൻ ബി തോമസ് മോർ, ഓപ്ഷൻ സി എഡ്മണ്ട് ബർഗ്, ഓപ്ഷൻ ഡി ജോൺ ഡ്രൈഡൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഫിലിപ്പ് സിഡ്നി ആണ്. അദ്ദേഹമാണ് റെനസൻസ് തിയറിസ്റ്റിന്റെ ക്രിറ്റിക്കൽ ഐഡിയാസ് എല്ലാം ഇംഗ്ലീഷ് റീഡേഴ്സിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. A major difference between direct method and grammar translation method in terms of language instruction is. എന്താണ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് മെത്തേഡും ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ emphasis given to intensive reading, ഓപ്ഷൻ ബി use of the native language, ഓപ്ഷൻ സി focus on reading and writing, ഓപ്ഷൻ ഡി priority given to vocabulary. ഇതിൽ നമ്മളോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷന്റെ കാര്യത്തിൽ എന്ന്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, യൂസ് ഓഫ് ദ നേറ്റീവ് ലാംഗ്വേജ് ആണ് ശരിയുത്തരം. സോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ടാർഗറ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. ദ ഫേമസ് തിയറി ഓഫ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് വാസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ സ്റ്റീഫൻ ക്രാഷൻ, ഓപ്ഷൻ ബി ജോർജി ലസാനോ, ഓപ്ഷൻ സി ഹെൻറി പിച്ചർ, ഓപ്ഷൻ ഡി എഡ്വേർഡ് സാപ്പർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ സ്റ്റീഫൻ ക്രാഷൻ ആണ്. ഇൻപുട്ട് ഹൈപ്പോത്തസിസ് കൂടാതെ മറ്റ് 4 ഹൈപ്പോത്തസിസും കൂടി ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, മോണിറ്റർ ഹൈപ്പോത്തസിസ്, നേച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്, ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ്. ഇങ്ങനെ 5 ഹൈപ്പോത്തസിസ് ആണ് സ്റ്റീഫൻ ക്രാഷിന്റെ പേരിലുള്ളത്. ദ വൊക്കാബുലറി ദാറ്റ് എ ലേണർ യൂസസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. സ്പീക്കിങ്ങിലും റൈറ്റിംഗിലും ഒരു ലേണർ ഉപയോഗിക്കുന്ന വൊക്കാബുലറിയെ പറയുന്ന പേരെന്താണെന്നാണ്. പ്രൊഡക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി, ക്രിയേറ്റീവ് വൊക്കാബുലറി, ടെക്നിക്കൽ വൊക്കാബുലറി. സ്പീക്കിംഗ് റൈറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ലേണറിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. പ്രൊഡക്റ്റീവ് വൊക്കാബുലറി ആണ് ലേണർ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ സമയത്ത് ഉപയോഗിക്കുക. Passive vocabulary refers to those words that we recognize on reading, learn in primary classes, use regularly, know the semantic dimensions. Option A recognize on reading ആണ് ശരിയുത്തരം. Passive vocabulary refers to words you understand when reading or hearing them but do not frequently use in your own speaking or writing. പാസീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും എന്നാൽ നിങ്ങളുടെ സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ അധികമായി ഉപയോഗിക്കാത്തതുമായ വേർഡ്സ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പക്ഷെ നിങ്ങളത് ഉപയോഗിക്കാറില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെക്കഗ്നിഷൻ വൊക്കാബുലറി. പാസീവ് വൊക്കാബുലറിയെ റെക്കഗ്നിഷൻ വൊക്കാബുലറി എന്നും അറിയപ്പെടാറുണ്ട്. ആൻഡ് കണ്ടെയ്ൻസ് മോർ വേർഡ്സ് ദാൻ വൺസ് ആക്റ്റീവ് വൊക്കാബുലറി. ഒരാളുടെ ആക്റ്റീവ് വൊക്കാബുലറിയേക്കാളും കൂടുതലായിരിക്കും ഈ പാസീവ് വൊക്കാബുലറി അല്ലെങ്കിൽ റെക്കഗ്നിഷൻ വൊക്കാബുലറി. എ ടെക്നിക് യൂസ്ഡ് ടു ജനറേറ്റ് ഐഡിയാസ് ഇൻ എ കൊളാബറേറ്റീവ് എൻവയൺമെന്റ്. ഒരു കൊളാബറേറ്റീവ് എൻവയൺമെന്റിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്വസ്റ്റനിങ്, ഓപ്ഷൻ ബി ബ്രെയിൻ സ്റ്റോമിങ്, ഓപ്ഷൻ സി സമറൈസിങ്, ഓപ്ഷൻ ഡി സിംപോസിയം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്ന് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളത്. കോണ്ടന്റ് വേർഡ്സ് ആർ. എന്തിനെയാണ് നമ്മൾ കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുക? ഓപ്ഷൻ എ ലെക്സിക്കൽ വേർഡ്സ്, ഓപ്ഷൻ ബി ഗ്രാമാറ്റിക്കൽ വേർഡ്സ്, ഓപ്ഷൻ സി എംപ്റ്റി വേർഡ്സ്, ഓപ്ഷൻ ഡി ഫങ്ഷണൽ വേർഡ്സ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ലെക്സിക്കൽ വേർഡ്സ് ആണ്. ലെക്സിക്കൽ വേർഡ്സിനെയാണ് നമ്മൾ കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള വേർഡ്സ് ആണുള്ളത്, കോണ്ടന്റ് വേർഡ്സ്, ഫങ്ഷൻ വേർഡ്സ്. കോണ്ടന്റ് വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും മീനിങ്ങോ ഇൻഫർമേഷനോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് മീനിങ്ങോ ഇൻഫർമേഷനോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
എന്നാൽ ഫംഗ്ഷൻ വേർഡ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവര് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ പ്രിപ്പൊസിഷൻസ്, ആർട്ടിക്കിൾസ്, പ്രൊനൗൺസ്, കൺജങ്ഷൻസ്, ഓക്സിലറീസ്. ഇവർ കുറച്ചും കൂടെ ഗ്രമാറ്റിക്കൽ സൈഡിലേക്ക് പോകുന്ന ആൾക്കാരാണ്. കോണ്ടന്റ് വേർഡ്സ് ആണെങ്കിൽ മീനിങ്ങും ഇൻഫർമേഷനും തരുന്ന ആളുകളാണ്. The skills which contribute to the understanding of the alphabet are. ഏത് സ്കില്ലാണ് ഒരു ആൽഫബറ്റ് മനസ്സിലാക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സിലബിഫിക്കേഷൻ ആൻഡ് മോർഫോളജിക്കൽ സ്കിൽസ്, ഡീകോഡിംഗ് ആൻഡ് സൈറ്റ് വേർഡ് റെക്കഗ്നിഷൻ, phonemic awareness and letter recognition, letter naming and print tracking. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫൊനീമിക് അവയർനെസ് ആൻഡ് ലെറ്റർ റെക്കഗ്നിഷൻ ആണ് ഒരു ആൽഫബറ്റിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന സ്കില്ല്. A standardized test developed to measure skills and knowledge learned in a grade level through planned instruction. Option A, diagnostic test. Option B, achievement test. Option C, criterion referenced test. Option D, norm referenced test. ഒരു പ്ലാൻഡ് ഇൻസ്ട്രക്ഷന് ശേഷം ഒരു ലേണർ എത്രത്തോളം ആ സ്കില്ലോ നോളജോ ഒക്കെ നേടിയെടുത്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുക. What is the primary focus of the structural approach? സ്ട്രക്ചറൽ അപ്രോച്ചിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? ഓപ്ഷൻ എ vocabulary building, ഓപ്ഷൻ ബി grammar and sentence structure, ഓപ്ഷൻ സി communication skills, ഓപ്ഷൻ ഡി discourse analysis. സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരേണ്ടത് ഒരു സെന്റൻസ് സ്ട്രക്ചർ, അങ്ങനെ പറയുമ്പോൾ ഗ്രാമർ എന്നതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഗ്രാമർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചറൽ അപ്രോച്ചിന്റെ പ്രൈമറി ഫോക്കസ് എപ്പോഴും ഗ്രാമറിലും സെന്റൻസ് സ്ട്രക്ചറിലും ആയിരിക്കും. ഡിസ്ലെക്സിയ is associated with. ഡിസ്ലെക്സിയ എന്തുമായി ബന്ധപ്പെട്ടതാണ്? റീഡിംഗ് ഡിസോർഡർ, ബിഹേവിയറൽ ഡിസോർഡർ, മെന്റൽ ഡിസോർഡർ, കമ്പ്യൂട്ടിംഗ് ഡിസോർഡർ. ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ലെക്സിയ? റീഡിംഗ് ഡിസോർഡറുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ലെക്സിയ. ഇതുപോലെ നമുക്ക് കുറച്ച് ഡിസോർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഡിസ്ലെക്സിയ റീഡിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ലേണർക്ക് മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പാടാണെങ്കിൽ അവർക്കുള്ളത് ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസോർഡർ ആണ്. എന്നാൽ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ് ഡിസ്ഗ്രാഫിയ എന്നുള്ളത്. A practical application of concrete to abstract in language learning. ലാംഗ്വേജ് ലേണിംഗിൽ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ടീച്ചിങ് അബ്സ്ട്രാക്ട് ഗ്രാമർ റൂൾസ്, എക്സ്പ്ലെയിനിങ് ഇമേജസ് ഇൻ പോയംസ് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്, യൂസിങ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ടു ടീച്ച് ന്യൂ വൊക്കാബുലറി, ആസ്കിങ് ടു കോപ്പി ഫ്രം എ മോഡൽ ഡിസ്കോഴ്സ് വൈൽ റൈറ്റിംഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. യൂസിങ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ടു ടീച്ച് ന്യൂ വൊക്കാബുലറി. പുതിയ വൊക്കാബുലറി പഠിപ്പിക്കാനായിട്ട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ടീച്ചർ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. A technique employed to hone the teaching skills of student teachers. ഒരു സ്റ്റുഡൻറ് ടീച്ചറിന്റെ ടീച്ചിങ് സ്കിൽസ് ഒക്കെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്നാണ് ചോദ്യം. നമ്മളെല്ലാവരും അതിൽ കൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ടീം ടീച്ചിങ്, ഓപ്ഷൻ ബി മൈക്രോ ടീച്ചിങ്, ഓപ്ഷൻ സി മൾട്ടിഗ്രേഡ് ടീച്ചിങ്, ഓപ്ഷൻ ഡി പിയർ ടീച്ചിങ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മൈക്രോ ടീച്ചിങ് ആണ്. ആൻഡ് എക്സ്പ്രസീവ് സ്കിൽ. ഓപ്ഷൻ എ റീഡിംഗ്, ഓപ്ഷൻ ബി ലിസണിംഗ്, ഓപ്ഷൻ സി അണ്ടർസ്റ്റാൻഡിംഗ്, ഓപ്ഷൻ ഡി റൈറ്റിംഗ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് എക്സ്പ്രസീവ് സ്കില്ലായിട്ട് വരുന്നത്? 2 എക്സ്പ്രസീവ് സ്കിൽസ് ആണുള്ളത്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. സ്പീക്കിങ്ങിലൂടെ നമ്മൾ ഓറലി ആണ് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. റൈറ്റിംഗിലാണെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലാണ് നമ്മൾ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എക്സ്പ്രസീവ് സ്കിൽസിനെ നമുക്ക് പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്നും പറയാം. ഇതിൽ ശരിയുത്തരമായിട്ട് അപ്പോൾ വരിക ഓപ്ഷൻ ഡി റൈറ്റിംഗ് ആണ്. ZPD helps students. ZPD എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദ പ്രീവിയസ് ലേണിംഗ്, ഓപ്ഷൻ ബി ചലഞ്ച് ദ പ്രയർ ലേണിംഗ് ആൻഡ് അൺലേൺ, ഓപ്ഷൻ സി അസിമിലേറ്റ് ന്യൂ ഇൻഫർമേഷൻ മീനിങ്ഫുള്ളി, ഓപ്ഷൻ ഡി ഡിസെൻഗേജ് ഫ്രം സെർച്ചിങ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അസിമിലേറ്റ് ന്യൂ ഇൻഫർമേഷൻ മീനിങ്ഫുള്ളി. പുതിയ ഇൻഫർമേഷനെ വളരെ മീനിങ്ഫുൾ ആയിട്ട് കൂട്ടിച്ചേർക്കുന്നതിനാണ് ZPD വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ZPDയുടെ ഫുൾ ഫോം ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ കോൺസെപ്റ്റ് ആരുടെയാണ്? ലേവ് വൈഗോട്സ്കിയുടെയാണ്. Pick out the oldest method of teaching a language from the given option. Option A eclectic, option B audiovisual, option C situational, option D grammar translation.
ഓപ്ഷൻ ഡി ഗ്രാമർ ട്രാൻസ്ലേഷൻ ആണ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. A cognitive instructional strategy used to promote the learning and retention of new information proposed by David Ausubel. ലേണിങ്ങും റിറ്റൻഷനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേവിഡ് ഓസുബൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൊഗ്നേറ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിന്തസിസ്, ഓപ്ഷൻ ബി ലിംഗ്വിസ്റ്റിക്സ് സ്കഫോൾഡിംഗ്, ഓപ്ഷൻ സി അഡ്വാൻസ് ഓർഗനൈസർ, ഓപ്ഷൻ ഡി കോൺസെപ്റ്റ് ലേണിംഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അഡ്വാൻസ് ഓർഗനൈസർ ആണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു കൊഗ്നേറ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. അത് ലേണിങ്ങിനെയും റിറ്റൻഷനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഓസുബലും ആണ്. ദ കെയർഫുൾ ആൻഡ് ക്ലോസ് റീഡിംഗ് ഓഫ് എ ടെക്സ്റ്റ് ആസ് ദ പർപ്പസ് ഓഫ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് റീഡിങ്ങിൻ്റെ പേർപ്പസ് ആണ് കെയർഫുൾ ആൻഡ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സപ്ലിമെൻ്ററി റീഡിംഗ്, ഓപ്ഷൻ ബി ലൗഡ് റീഡിംഗ്, ഓപ്ഷൻ സി എക്സ്റ്റെൻസീവ് റീഡിംഗ്, ഓപ്ഷൻ ഡി ഇൻറ്റൻസീവ് റീഡിംഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. ദ മെത്തേഡ് യൂസ്ഡ് ഇൻ സജസ്റ്റോപീഡിയ. സജസ്റ്റോപീഡിയയുടെ മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രാമർ ഡ്രിൽസ് ആൻഡ് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഓപ്ഷൻ ബി മ്യൂസിക് ഗെയിംസ് ആൻഡ് എ കംഫർട്ടബിൾ സെറ്റിംഗ്, ഓപ്ഷൻ സി ഡിസ്കോഴ്സ് റൈറ്റിംഗ് ഇൻ എ കംഫർട്ടബിൾ സെറ്റിംഗ്, ഓപ്ഷൻ ഡി ലാംഗ്വേജ് ഗെയിംസ് ആൻഡ് ഡിസ്കോഴ്സ് അനാലിസിസ്. ഈ ഓപ്ഷനിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മ്യൂസിക് ആൻഡ് കംഫർട്ടബിൾ സെറ്റിംഗ്. അപ്പോൾ മനസ്സിലാക്കുക, സജസ്റ്റോപീഡിയയുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ് മ്യൂസിക് ആൻഡ് കംഫർട്ടബിൾ സെറ്റിംഗ് എന്നുള്ളത്. ഇനി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി മ്യൂസിക് ഗെയിംസ് ആൻഡ് എ കംഫർട്ടബിൾ സെറ്റിംഗ് ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ജോർജി ലസാനോ ആണ് സജസ്റ്റോപീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആള്. ഒരു ലേണർ പഠിക്കാനിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ബാരിയേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് ലേണിംഗ് ആക്സിലറേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മ്യൂസിക്കിനും കംഫർട്ടബിൾ സെറ്റിങ്ങിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ കുട്ടികളെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ദ പർപ്പസ് ഓഫ് സ്കിമ്മിങ് ഇസ് ടു. എന്താണ് സ്കിമ്മിങ്ങിൻ്റെ പർപ്പസ്? ഗെറ്റ് ആൻ ഓവർവ്യൂ, പാസ് ടൈം, സേവ് ടൈം, ഗെറ്റ് ഡീറ്റെയിൽ കോണ്ടന്റ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗെറ്റ് ആൻ ഓവർവ്യൂ ആണ്. ഒന്ന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതേ ഇല്ല. അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുക. Which of the following method uses the group mentor learning where the teacher is a counselor and a paraphraser? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് മെത്തേഡിലാണ് ടീച്ചർ ഒരു കൗൺസിലറിൻ്റെയോ പാരഫ്രൈസറിൻ്റെയോ ഒക്കെ റോൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ ദ സൈലന്റ് വേ, ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ഓപ്ഷൻ സി ബൈലിംഗ്വൽ മെത്തേഡ്, ഓപ്ഷൻ ഡി സജസ്റ്റോപീഡിയ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ടീച്ചർ, കൗൺസിലർ, പാരാഫ്രൈസർ എന്നൊക്കെ ഒരുമിച്ച് കണ്ടാൽ നേരെ പോകേണ്ടത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിലാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു കൗൺസിലിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് CLL ഡെവലപ്ഡ് ബൈ ചാൾസ് എ ക്യൂറാൻ. ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ചാൾസ് എ ക്യൂറാൻ ആണ് CLL മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ദിസ് മെത്തേഡ് അപ്ലൈസ് കൗൺസിലിംഗ് പ്രിൻസിപ്പൽസ് ടു ലേണിംഗ് വേർ ദ ടീച്ചർ സപ്പോർട്ട്സ് ദ ലേണർ ഇൻ എ ഗ്രൂപ്പ് സെറ്റിംഗ്. ചാൾസ് എ ക്യൂറാൻ്റെ ഈ മെത്തേഡിൽ കൗൺസിലിംഗ് പ്രിൻസിപ്പൽസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടീച്ചറെ നോവറായിട്ടും ലേണറെ ക്ലയൻറ്റുമായിട്ടാണ് ഈ കൗൺസിലിംഗ് പ്രിൻസിപ്പൽസ് അപ്ലൈ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. രാജ attended a workshop on spoken English. What is the unique benefit he got from this workshop mode of learning? രാജ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റിമെമ്പറിംഗ് ഫാക്ട്സ്, ഓപ്ഷൻ ബി ജനറേറ്റിംഗ് ഐഡിയാസ്, ഓപ്ഷൻ സി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഓപ്ഷൻ ഡി എക്സ്പേർട്ട് ഇൻസൈറ്റ്സ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എപ്പോഴും ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ കിട്ടുക. The theorist who proposed that children learn language by mimicking speech they hear and receive positive feedback for correct usage is. ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു എന്നാണ്. അങ്ങനെ ഒരു റെയിൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആൾ ആരാണെന്നാണ് നമ്മൾ ഓപ്ഷൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ എഡ്വേർഡ് തോണ്ടൈക്ക്, ഓപ്ഷൻ ബി BF സ്കിന്നർ, ഓപ്ഷൻ സി ഇവാൻ സർക്കോ, ഓപ്ഷൻ ഡി ജെറോം എസ് ബ്രൂണർ. ഇതിൽ റെയിൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളാണ് ഓപ്ഷൻ ബി BF സ്കിന്നർ. BF സ്കിന്നർ proposed that children learn language through imitation and reinforcement. അദ്ദേഹം ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് രണ്ട് പോയിന്റിലാണ്, ഇമിറ്റേഷനും റെയിൻഫോഴ്സ്മെൻറ്റും. സെൽഫ് ഡിറക്റ്റഡ് ലേണിംഗ് പ്രൈമർലി എയിംസ് അറ്റ്. സെൽഫ് ഡിറക്റ്റഡ് ലേണിംഗ് എന്തിലാണ് ലക്ഷ്യം വെക്കുന്നത്? ഓപ്ഷൻ എ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്,
ഓപ്ഷൻ ബി എക്സ്പെർട്ട് ഗൈഡൻസ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ എക്സ്പ്ലോറേഷൻസ്, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഇൻഡിവിജ്വൽ എക്സ്പ്ലോറേഷനിലാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. Words are used to connect ideas in a logical sequence. തന്നിരിക്കുന്നതിൽ എന്തിലാണ് ഐഡിയാസ് ലോജിക്കൽ സീക്വൻസിൽ വേർഡ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ വൊക്കാബുലറി എക്സസൈസസ്, ഓപ്ഷൻ ബി സ്പെല്ലിംഗ് ഗെയിംസ്, ഓപ്ഷൻ സി സ്റ്റോറി ടെല്ലിംഗ്, ഓപ്ഷൻ ഡി ഗ്രാമർ. സ്റ്റോറി ടെല്ലിങ്ങിലാണ് നമ്മൾ എപ്പോഴും ഐഡിയാസ് ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. Which level of Bloom's taxonomy involves breaking down information into parts to understand its structure? ബ്ലൂംസ് ടാക്സോണമിയിൽ ഏത് ലെവലിലാണ് ഇൻഫർമേഷൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിന് അതിനെ ബ്രേക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി അനാലിസിസ്, ഓപ്ഷൻ സി റീകോൾ, ഓപ്ഷൻ ഡി ഇവാലുവേഷൻ. ഒരു ഇൻഫർമേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് ബ്ലൂംസ് ടാക്സോണമിയിൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലാണ്. While teaching poetry, the teacher gives stress on aesthetic values, gives attention to poetic devices, discusses emotional response described, all of the above. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പോയട്രി പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിൽ ടീച്ചർ എന്തായാലും അതിൻ്റെ ഈസ്തെറ്റിക് വാല്യൂസിൽ സ്ട്രെസ് ചെയ്യും, പിന്നെ പോയറ്റിക് ഡിവൈസസ് നമ്മൾ അതിൽ കൂടെ പഠിക്കും, മാത്രമല്ല ഇമോഷണൽ റെസ്പോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ തന്നിട്ടുള്ള ഓപ്ഷൻസിലെ എല്ലാ കാര്യങ്ങളും പോയട്രി പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ചെയ്യണത് തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് ആണ് ശരി ഉത്തരം. A technique used to make participants actively simulate real world situation. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ടെക്നിക്കിലാണ് പാർട്ടിസിപ്പൻസ് ആക്റ്റീവായിട്ട് റിയൽ വേൾഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിബേറ്റ്, ഓപ്ഷൻ ബി സെമിനാർ, ഓപ്ഷൻ സി റോൾ പ്ലേ, ഓപ്ഷൻ ഡി ബ്രെയിൻ സ്റ്റോമിംഗ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡിബേറ്റിലും സെമിനാറിലും ബ്രെയിൻ സ്റ്റോമിങ്ങിലൊന്നും നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ റോൾ പ്ലേയിൽ പാർട്ടിസിപ്പൻസ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ റോൾ പ്ലേ ആണ് ശരി ഉത്തരം. The first authoritative English dictionary was by ഓപ്ഷൻ എ സാമുവൽ ജോൺസൺ, ഓപ്ഷൻ ബി ഷേക്സ്പിയർ, ഓപ്ഷൻ സി വർഡ്സ്വർത്ത്, ഓപ്ഷൻ ഡി മിൽട്ടൺ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരുടെയാണ് ആദ്യത്തെ അതോറിറ്റേറ്റീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ സാമുവൽ ജോൺസൺ ആണ്. The first authoritative English dictionary was a dictionary of the English language by Dr. Samuel Johnson. 1755 സാമുവൽ ജോൺസൺ പ്രിപ്പയർ ചെയ്തിട്ടുള്ള A Dictionary of the English Language ആണ് ആദ്യത്തെ അതോറിറ്റേറ്റീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറയുന്നത്. The word passed away is a metaphor, euphemism, idiom, proverb. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ passed away എന്ന് പറയുന്നത് എന്താണെന്നാണ്. പാസ്ഡ് അവേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരിച്ചു പോവുക എന്നാണ്. സോ അതൊരു യൂഫമിസം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പൊലൈറ്റ് ജെന്റൽ വേ ടു സേ someone has passed on or stopped living, often to avoid the harshness of the word died. സോ ഡൈഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹാഷ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി നമ്മളിങ്ങനെ വിളിച്ചു പറയണ പോലെയാണല്ലേ. സോ അങ്ങനെ ഹാഷ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ വളരെ മൈൽഡായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് യൂഫമിസം എന്ന് പറയുന്നത്. Who wrote the novel Where Angels Fear to Tread? ആരാണ് Where Angels Fear to Tread എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ ചാൾസ് ഡിക്കൻസ്, ഓപ്ഷൻ ബി E.M. ഫോസ്റ്റർ, ഓപ്ഷൻ സി വില്യം ഷേക്സ്പിയർ, ഓപ്ഷൻ ഡി ജെയിൻ ഓസ്റ്റൻ. ഇതിൽ ഓപ്ഷൻ ബി E.M. ഫോസ്റ്റർ ആണ് ശരിയായ ഉത്തരം. Where Angels Fear to Tread is a novel by E.M. Foster. E.M. ഫോസ്റ്ററിൻ്റെയാണ് Where Angels Fear to Tread. The title comes from a line in Alexander Pope's poem An Essay on Criticism. അലക്സാണ്ടർ പോപ്പിന്റെ An Essay on Criticism എന്ന് പറഞ്ഞ പോയത്തിൽ നിന്നാണ് Where Angels Fear to Tread എന്ന് പറഞ്ഞ ടൈറ്റിൽ E.M. ഫോസ്റ്റർ എടുത്തിട്ടുള്ളത്. സോ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇതോടുകൂടെ നമ്മുടെ 40 ക്വസ്റ്റ്യൻസും കഴിയുകയാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.